എലീശ ഏലിയാവിനോട് കൂടെ യോർദാൻ കടന്ന് അക്കരെ ചെന്നപ്പോൾ ആ സമയത്ത് അവിടെയുള്ള പ്രവാചക ശിഷ്യന്മാരെക്കാൾ ഏറ്റവും താഴ്ന്നവനായിരുന്നു എലീശ. എന്നാൽ മടങ്ങി യോർദാൻ കടന്ന് തിരികെ വരുന്ന സമയത്ത് അവരുടെ എല്ലാം ലീഡറായിട്ട് ദൈവം അവനെ മാറ്റി. ഇരട്ടി പങ്കുള്ള എലീശയായി. പോയത് കേവലം ഒരു സെർവൻ്റായിട്ടാണെങ്കിൽ മടങ്ങി വരുന്നത് ഒരു ലീഡറായിട്ടാണ്. പുതപ്പിൻ്റെ കാര്യമാണ്. ഏലിയാവിൻ്റെ പുതപ്പ്, അതായത് ഇരട്ടി പങ്ക്, ഇരട്ടി ശക്തി എലീശയുടെ മേൽ വന്നപ്പോൾ നിലവിലുണ്ടായിരുന്ന പ്രവാചക ശിഷ്യന്മാരെക്കാൾ ആ പ്രവാചക ശിഷ്യന്മാർ പോലും പ്രവചിക്കുന്നവരാണ്. അവർ ഗ്രഹിച്ചു ഏലിയാവിനെ ദൈവം എടുക്കുവാൻ പോവുകയാണെന്ന്. അങ്ങനെ പറഞ്ഞ് എലീശയെ നിരുത്സാഹപ്പെടുത്തുവാൻ ശ്രമിച്ചെങ്കിലും എലീശ നിരുത്സാഹപ്പെടാതെ പുറകെ പോയി. നാം പുറകെ പോകണം. ചില കാര്യങ്ങൾ നാം പ്രാപിക്കുവാൻ വേണ്ടി നാം പുറകെ പോകണം. ചില പുതപ്പുകൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ഈ കാലഘട്ടത്തിൽ, ഈ അന്ത്യകാലത്തിൽ ചില പുതപ്പുകൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. കാരണം പല പുതപ്പുകളും ഇപ്പോൾ വേക്കൻ്റായി കിടക്കുകയാണ്. പല ദൈവദാസന്മാരും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടെങ്കിലും ആ പുതപ്പുകൾ ഇപ്പോഴും വേക്കൻ്റായി കിടക്കുന്നു, കാലിയായിരിക്കുകയാണ്. ആ വേക്കൻ്റായിരിക്കുന്ന പുതപ്പുകൾ നമ്മുടെ മേലേക്ക് ഒന്ന് വീഴുവാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ മേൽ വന്ന് വീഴുവാൻ, അവർ ചെയ്തതിൻ്റെ ഇരട്ടി ഈ ഭൂമിയിൽ ചെയ്യുവാൻ, കർത്താവിൻ്റെ രാജ്യം സ്ഥാപിക്കുവാൻ, നമ്മെ ഉപയോഗിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, കാത്തിരിക്കാം. ഇപ്പോൾ നാം എലീശയെ പോലെ ഒന്നുമല്ലാതായിരിക്കാം. പക്ഷേ യോർദാൻ മറികടന്ന് തിരികെ വരുമ്പോൾ എലീശ ഏലിയാവിനേക്കാൾ വലിയൊരു പ്രവാചകനായെങ്കിൽ ആ പുതപ്പിൻ്റെ ശക്തി അത്ര വലുതാണ്. നമുക്കും അതിനുവേണ്ടി കാത്തിരിക്കാം. ദൈവം അത് തന്നെ ചെയ്യട്ടെ. ഈ കാലഘട്ടത്തിലും പുതപ്പുകൾ നമ്മുടെ മേൽ വന്ന് വീഴട്ടെ.